നമസ്കാരം. ലോകത്ത് ഏറ്റവും മികച്ച പോലീസിംഗ് സംവിധാനമുള്ള രാജ്യമാണ് ബ്രിട്ടൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബ്രിട്ടനിലെ ജയിലുകളും അവിടുത്തെ പോലീസ് സംവിധാനവും എല്ലാം തന്നെ ഒരു കാലത്ത് അങ്ങേയറ്റം മാതൃകയായിട്ടാണ് ലോകത്തെ മറ്റുള്ള രാജ്യങ്ങളൊക്കെ തന്നെ നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്. ബ്രിട്ടനിലെ ജയിലുകളിലുമൊക്കെ തന്നെ അതീവ സുരക്ഷാ സംവിധാനങ്ങളും അവിടെ കഴിയുന്ന തടവുപുള്ളികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളുമൊക്കെ തന്നെ ഒരുക്കിയിരുന്നു. മാത്രമല്ല, നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും സംഭവിക്കാറുള്ളത് പോലെ അവിടെ ജയിലുകളിൽ ഏറ്റുമുട്ടലോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ബ്രിട്ടനിലെ ജയിലുകളിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ ജയിലുകളിൽ പലതിലും മുസ്ലിം തടവുകാർ വലിയ ഗ്യാങ്ങുകളായി മാറിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവർ സംഘടിതമായി അവിടെ ആക്രമണം നടത്തുകയും വധഭീഷണി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിനെ ജയിൽ ജിഹാദ് എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത്. ബ്രിട്ടനിലെ ചില ജയിലുകളെക്കുറിച്ചുള്ള പരാതി വൃത്തിക്കുറവാണ്, തടവുകാർ വല്ലാതെ തിങ്ങിപ്പാർക്കുന്നു, അവർക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ വിജയിച്ചിട്ടില്ല സർക്കാർ തുടങ്ങിയ പരാതികൾ ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട്. പക്ഷേ മറ്റു ചില ജയിലുകളെക്കുറിച്ച് വരുന്ന വാർത്തയാണ് ഇതിലേറ്റവും അമ്പരപ്പിക്കുന്നത്. ഉദാഹരണമായി കെൻറ്റ് മേഖലയിലെ ജയിലിനെ കുറിച്ചാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ റിപ്പോർട്ടുകളിൽ പരാമർശമുള്ളത്. ഇവിടെ ഈ മുസ്ലിം തടവുകാർ സംഘടിതരാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവർ ഒന്നിച്ചാണ് നിൽക്കുന്നത്. ഇവർക്കൊപ്പം കൂടാത്തവരെയോ അതല്ലെങ്കിൽ ഇവരെ എതിർക്കാൻ സാധ്യതയുള്ളവരെയോ ഒക്കെ തന്നെ ഇവർ കായികമായി നേരിടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവരുടെ ഭീഷണി ഭയന്നാണ് പലരും ഇവരുടെ കൂട്ടത്തിൽ ചേരുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. ഇവർ ജയിൽ ജീവനക്കാരെ നിരന്തരമായി ആക്രമിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കുറേ നാൾ മുമ്പ് 3 ജയിൽ ജീവനക്കാരെ ഇവർ ക്രൂരമായി ആക്രമിച്ചിരുന്നു. തിളച്ച പാചക എണ്ണ കൊണ്ടാണ് ഇവർ ഈ ജയിൽ ജീവനക്കാരെ ആക്രമിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അവരുടെ ശരീരമാസകലം പൊള്ളലേക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വ്യാജ ആത്മഹത്യ ഭീഷണി മുഴക്കുക, ജയിലിനുള്ളിൽ ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ ബഹളം വെച്ച് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുക തുടങ്ങിയിട്ടുള്ള നിരവധി കൃത്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ജയിലിൽ ഇത്രയധികം മുസ്ലിം തടവുകാർ എങ്ങനെ വന്നു എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായി അവിടെ ഉയരുന്നുണ്ട്. അതിന് മറുപടി നിരവധിയാണ്. അമേരിക്കയിൽ നടന്ന തീവ്രവാദി ആക്രമണം, അതുപോലെ ലണ്ടനിൽ നടന്ന തീവ്രവാദി ആക്രമണം തുടങ്ങിയവയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ ബ്രിട്ടനിൽ വലിയ തോതിലുള്ള സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയിരുന്നു. അങ്ങനെ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി മുസ്ലിങ്ങളെ അന്ന് പോലീസ് പിടികൂടിയിരുന്നു. ഇവരെ പിന്നീട് ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവരിൽ പലർക്കും തീവ്രവാദ സംഘങ്ങളുമായും മറ്റും ബന്ധമുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ഇവരെ പിന്നീട് നിയമത്തിന് മുന്നിൽ ഹാജരാക്കുകയും ഇവരെല്ലാവരെയും തന്നെ കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവരിൽ വലിയൊരു ശതമാനം പേർ ഈ ജയിലുകളിൽ എത്തുന്നത്. ഇന്ന് ചുരുക്കത്തിൽ ഈ കെൻറ്റ് ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലെ ജയിലുകളിൽ ഏറ്റവും അധികം ഉള്ളത്, അത് ഏറ്റവും വലിയ ജനസംഖ്യ എന്ന് പറയുന്നത് മുസ്ലിം തടവുകാർ തന്നെയാണ്. മറ്റ് സമുദായങ്ങളിൽ പെടുന്ന തടവുകാർ ഇവിടെ സുരക്ഷിതരല്ല എന്ന് ചൂണ്ടിക്കാട്ടി തങ്ങൾക്ക് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റം തരണം എന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. ഇതിൻ്റെ ഫലമായി ഇവർക്കായി പ്രത്യേകം ജയിലുകൾ തീർത്തിരുന്നു. അതായത് ഇവർക്ക് ഒപ്പം താമസിക്കാൻ തയ്യാറാവാത്ത, ഇവരെ ഭയപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി വേറെ ജയിൽ സംവിധാനങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇവരുടെ അതിക്രമങ്ങൾ ഇപ്പോഴും തുടരുക തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. തങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ സാധിച്ചു തരണം ജയിൽ അധികൃതർ എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. മാത്രമല്ല, ഇവർ ഇടയ്ക്ക് ജയിൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ പ്രാർത്ഥനയ്ക്കോ മറ്റുമൊക്കെ പോകുമ്പോൾ ഒരുപാട് സമയം അവർ ഇതിനായി എടുക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ അത്തരത്തിലുള്ള ഈ സമയപരിധി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് സമയം അവർക്ക് പുറത്ത് ചിലവഴിക്കാനൊന്നും കഴിയുകയില്ല. പക്ഷേ ഇവർ പലരും ചെയ്യുന്നത് തങ്ങളുടെ സെല്ലുകളിൽ നിന്ന് പുറത്തിറങ്ങി ഒരുപാട് സമയം പ്രാർത്ഥനയ്ക്കെന്നും അതല്ലെങ്കിൽ വിശ്വാസി സംഗമം എന്നൊക്കെ പറഞ്ഞ് ഒത്തുകൂടുകയും അവിടെ നിരന്തരമായി സാമ്രാജ്യത്വ വിരുദ്ധ പ്രസംഗങ്ങളെന്നോ അതല്ലെങ്കിൽ മുസ്ലിങ്ങളെ എതിർക്കുന്നവരെ നേരിടണമെന്നൊക്കെയുള്ള രീതിയിൽ പലരും അവിടെ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ബ്രിട്ടനിലെ ജയിലുകൾ ഇത്തരത്തിലായതിൽ എല്ലാവരും ആശങ്കയിൽ തന്നെയാണ്. ഈ മേഖലയിൽ ഗവേഷണം നടത്തുന്ന നിരവധി പേരാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുള്ളത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ബ്രിട്ടനിലെ ജയിലുകൾ കൊലക്കളങ്ങളായി മാറും എന്ന് തന്നെയാണ് പലരും കരുതുന്നത്. കാരണം ഇത്തരത്തിൽ ഈ മുസ്ലിം തടവുകാർ അവരൊരു ഗ്യാങ്ങായി മാറുകയും അവർ അവിടെ ഒരു ജിഹാദി രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണെങ്കിൽ വലിയ താമസമില്ലാതെ തന്നെ ബ്രിട്ടനിലെ ജയിലുകളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള കലാപം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ബെൽമാർഷ്, ഫ്രാങ്ക്ലാൻഡ് തുടങ്ങിയ ബ്രിട്ടനിലെ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള ജയിലുകളിൽ പോലും ഇത്തരത്തിലുള്ള ഈ തടവുകാരുടെ വിളയാട്ടമാണ് അവിടെ നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതീവ സുരക്ഷ ആവശ്യമായ ജയിലുകളിൽ പോലും ഇത്തരത്തിലുള്ള നടപടികളാണ് നടക്കുന്നത് എങ്കിൽ അതല്ലാത്ത സാധാരണ ജയിലുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. ഏതായാലും ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ തടവുകാരെ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായി അവിടെ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ബ്രിട്ടനിൽ തടവിലാകുന്ന മുസ്ലിം തടവുകാരുടെ എണ്ണത്തിലുണ്ടായ ക്രമാതീതമായ വർധന കാരണം ഇവർ ഏതെങ്കിലും ജയിലുകളിൽ പാർപ്പിച്ചേ മതിയാവുകയുള്ളൂ. പക്ഷേ അവിടെ എത്തുമ്പോൾ സംഭവിക്കുന്നത് ഇവർ പലരും
വിവിധ മേഖലകളിൽ നിന്ന് വന്നവരാണെങ്കിൽ പോലും ഇവർ ഒന്നിച്ചു കൂടുകയും അങ്ങനെ ഇവർ ആ ജയിലിനുള്ളിൽ തന്നെ പ്രത്യേക വിഭാഗം ആയി പ്രവർത്തിക്കാനും അവിടെ ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെ തന്നെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഒരുപക്ഷെ ബ്രിട്ടീഷ് സർക്കാർ ഇക്കാര്യത്തിൽ കൂടുതൽ കർശനമായ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ബ്രിട്ടനിലെ കാര്യം നമുക്കറിയാം. അവിടെ അനധികൃത അഭയാർത്ഥികൾക്ക് പോലും എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ജനാധിപത്യപരമായ രീതിയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ തടവുകാരോടുമൊക്കെ തന്നെ വളരെ ജനാധിപത്യപരമായ രീതിയിൽ, വളരെ സൗമ്യമായ രീതിയിലാണ് അവിടെ ജയിലിൽ എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള തീവ്രവാദ നിലപാടുകളുള്ള ആളുകൾ ജയിലിൽ കൂടുകയാണെങ്കിൽ അവർ അക്രമം നടത്തുക തന്നെ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ മറ്റൊരു ജയിലിൽ ജീവനക്കാരനെ ഈ തടവ് പുള്ളികൾ ബ്ലേഡ് കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവമൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ തടവ് പുള്ളികൾ വലിയൊരു ഭാരവും ബാധ്യതയുമായി മാറുകയാണ്. ഒപ്പം രാജ്യത്തിന് തന്നെ അല്ലെങ്കിൽ ജയിലുകൾക്കുള്ളിൽ തന്നെ വലിയ തോതിലുള്ള ഭീഷണി ഇവർ ഉയർത്തുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഇവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ, അതായത് ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാരായി മറ്റു വ്യക്തി അവിടെ ആക്രമണം നടത്തുന്ന നിരവധി പേരുണ്ട്. ഇവർ പലരും മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുമാണ്. അപ്പോൾ അവരുടെ കൂടി എണ്ണം കൂടുന്നതോടെ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്.